സീരിയസ്ലി ഈ എപ്സ്റ്റൈൻ ഫയലുകൾ കാണിച്ച് നമ്മളെ വെറും മണ്ടന്മാരാക്കുകയാണ്. നമുക്കെല്ലാം മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അതല്ല സത്യം. ഞാൻ പറഞ്ഞുതരാം. എപ്സ്റ്റൈൻ എന്നത് ഇവരുടെ 20-30 വരുന്ന ഇത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിൽ ഒരാൾ മാത്രമാണ്. ദേ ആർ ജസ്റ്റ് മാനിപ്പുലേറ്റിംഗ് പീപ്പിൾ. ഇറ്റ്സ് അജണ്ട 30 ന്യൂ വേൾഡ് ഓർഡർ AI ഗവൺമെന്റ്. യെസ്, നിങ്ങൾ മുന്നേ കേട്ടതെല്ലാം സത്യമാണ്. ദേ ആർ ഡൂയിങ് ഫക്കിംഗ് ചൈൽഡ് സാക്രിഫൈസ്, ചൈൽഡ് സെക്സ്, കുട്ടികളെ ഭക്ഷിക്കുന്നു, എല്ലാം ഉണ്ട്. ദാറ്റ്സ് 100% ട്രൂ. പക്ഷേ ഇതെല്ലാം എപ്സ്റ്റൈൻ ഐലാൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു ഫേക്ക് സ്റ്റോറി സ്പ്രെഡ് ചെയ്യുകയാണ്. സീരിയസ്ലി അവരെ അറസ്റ്റ് ചെയ്യുന്നതും അവർ കുറ്റവാളിയാക്കുന്നതും എല്ലാം ഒരു ഡ്രാമ മാത്രമാണ്. അവരുദ്ദേശിക്കുന്നത് ബിഗ് കമ്പനീസ് ട്രേഡേഴ്സിനെ എല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് വേൾഡ് എക്കണോമി അവരുടെ കൺട്രോളിലാക്കുക, യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയെല്ലാം പണം സ്വരൂപിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതെല്ലാം എഗേലിയൻ ഡയലക്റ്റിക്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം മാത്രമാണ്. അതായത് അവർ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യും, ജനങ്ങളിൽ നിന്നും തീവ്രമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കും, ഒടുവിൽ അവർ തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ബില്യനേഴ്സിനെയും പൊളിറ്റീഷ്യൻസിനെയും എല്ലാം ബലി കൊടുക്കുന്നത് നിങ്ങളൊരു വ്യാജ നീതിബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട ട്രാൻസ് ഹ്യൂമനിസവും പുതിയ സാങ്കേതിക നിയന്ത്രണങ്ങളുമാണ്. പഴയ ലോകത്തെ തകർത്ത് പുതിയ ഒരു ഡിജിറ്റൽ ലോക്ക് പണിക എന്നതാണ് ഇതിന്റെ രഹസ്യം. നിങ്ങൾ കാണുന്ന ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഒരു ടെക്നിക്കൽ ഇനീഷ്യേഷന്റെ ഭാഗമാണ്. സിസ്റ്റത്തെ വെറുക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന ലൂസിഫറേനിയൻ രക്ഷകരെ, വീണ്ടും ഞാൻ പറയുന്നു ലൂസിഫറേനിയൻ രക്ഷകരെ, അതായത് നമ്മെ ഈ ചതിക്കുഴിയിൽ നിന്നും രക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന പുതിയ ഗ്ലോബൽ ലീഡേഴ്സിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ അവർ പാകപ്പെടുത്തുകയാണ്. അവർ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്ലാൻഡ് ആയിട്ട് പുറത്തുവിട്ടുള്ളൂ. ഇറ്റ്സ് ദെയർ അജണ്ട. ഒരിക്കലും അവരുടെ ഡാർക്ക് റിച്വൽസ് പുറത്തു വരാൻ പോകുന്നില്ല. ഓർക്കുക, നിങ്ങൾ ഈ നാടകത്തിലെ ഒരു കഥാപാത്രമാകാതിരിക്കണമെങ്കിൽ അവർ നൽകുന്ന ഇമോഷണൽ ട്രാപ്പിൽ വീഴാതിരിക്കുക. ഇതൊരു ബ്രെഡ് ആൻഡ് സർക്കസ് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന 2 പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ: ഗസറിയൻ മാഫിയ ആൻഡ് 13 ഫാമിലീസ്. ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. വേൾഡ് ഫുള്ളി പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.